ഹല്ലേലൂയ. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരിക്കൽ കൂടി 119 സങ്കീർത്തനം അതിൻ്റെ 42 വാക്യം ഒന്ന് വായിച്ചേ. ഞാൻ നിന്റെ വചനത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ട്, ഹല്ലേലൂയ സ്തോത്രം, ഞാൻ നിന്റെ വചനത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ട്, ബിക്കോസ് ഐ ട്രസ്റ്റ് ഇൻ യുവർ വേർഡ്. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ നിന്ദിക്കുവാൻ ഇടയായി തീരരുത്. ഹല്ലേലൂയ സ്തോത്രം. അപ്പം നമ്മുടെ ട്രസ്റ്റ് എവിടെയായിരിക്കണം? ഹല്ലേലൂയ സ്തോത്രം. നാം നിന്ദിക്കപ്പെടുവാൻ ഇടയായി തീരാതിരിക്കണമെങ്കിൽ നമ്മുടെ ട്രസ്റ്റ് എവിടെയായിരിക്കണം? ദൈവത്തിൻ്റെ വചനത്തിൽ. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിൻ്റെ വചനത്തിൽ. ഹല്ലേലൂയ സ്തോത്രം. ഉമ്മുடைய വസനത്തെ ഞാൻ നമ്പി இருக்கிறேன். ഹല്ലേലൂയ സ്തോത്രം. ഐ ട്രസ്റ്റ് ഇൻ യുവർ വേർഡ്. ഹല്ലേലൂയ സ്തോത്രം. ഐ ട്രസ്റ്റ് ഇൻ യുവർ വേർഡ്. ഞാൻ, ഹല്ലേലൂയ സ്തോത്രം, നിന്റെ വചനത്തിൽ ആശ്രയിക്കുന്നു. ഞാൻ നിന്റെ വചനത്തിൽ ആശ്രയിക്കുന്നു. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ, ഹല്ലേലൂയ സ്തോത്രം, നമ്മൾ അനേകത്തിൽ ആശ്രയിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. അനേകത്തിൽ ആശ്രയിക്കുന്നു. അനേക മനുഷ്യരുടെ വാക്കുകളിൽ, അവരുടെ പ്രോമിസുകളിൽ. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ, ഹല്ലേലൂയ സ്തോത്രം, ബോസ് ആയിക്കോട്ടെ, നമ്മുടെ വീടുകളിലായിക്കോട്ടെ, നമ്മുടെ ചുറ്റിലുമുള്ളവരായിക്കോട്ടെ, അനേക അവരുടെ, ഹല്ലേലൂയ സ്തോത്രം, വാക്കുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ട്രസ്റ്റ് ചെയ്തു പോകുന്നു. ഹല്ലേലൂയ സ്തോത്രം. എല്ലാവരും ട്രസ്റ്റ് ചെയ്തു പോകുന്നു. പക്ഷേ വേദപുസ്തകം പറയുന്നു, ഹല്ലേലൂയ സ്തോത്രം, നിങ്ങൾ മനുഷ്യരിൽ ആശ്രയിക്കരുത് എന്ന്. ഹല്ലേലൂയ സ്തോത്രം. 3 വചനഭാഗങ്ങൾ വായിച്ചാട്ടെ. യെശയ്യാ പ്രവചന പുസ്തകം 2:22. യെശയ്യാവ് 2:22. യെശയ്യാവ് 2:22. ശ്വാസിക്കുന്ന മനുഷ്യരുള്ള വിശ്വാസം ഉപേക്ഷിക്കുക എന്നതാണ് അതിൻ്റെ ഞാനൊരു മീനിങ് ആയിട്ട് കണ്ടത്. ഹല്ലേലൂയ സ്തോത്രം. നാസിയിലെ ശ്വാസമുള്ള മനുഷ്യനെ നമ്പുവதை പാർക്കലും. ദാറ്റ് മീൻസ് ശ്വാസിക്കുന്ന മനുഷ്യനിലുള്ള വിശ്വാസം എന്തേ? ഉപേക്ഷിക്കുക. അവൻ്റെ മേൽ എന്തില്ല? വിശ്വാസം നിങ്ങൾ വയ്ക്കരുത്. അവൻ്റെ മേൽ വിശ്വാസം വയ്ക്കരുത്. ഹല്ലേലൂയ സ്തോത്രം എന്ന് ഈ വചനം നമുക്ക് പറഞ്ഞു തരുന്നു. ജെറമ്യാവ് 17:5 വായിച്ച്. ജെറമ്യാവ് 17:5 വായിച്ച്. ശപിക്കപ്പെട്ടവനെന്ന് കൂടെ നമുക്കൊരു പേര് വരുന്നു. ഹല്ലേലൂയ സ്തോത്രം. അതായത് നമ്മുടെ മാംസഭയം കൊണ്ട്, ഹല്ലേലൂയ സ്തോത്രം, മനുഷ്യനിൽ ആശ്രയിച്ച്, വട്ടെവർ മേ ബി, നമ്മുടെ വെൽത്തി ആയിക്കോട്ടെ, നമ്മുടെ ബാങ്ക് ബാലൻസ് ആയിക്കോട്ടെ, നമ്മുടെ ജോലി ആയിക്കോട്ടെ, നമ്മുടെ പഠിത്തമായിക്കോട്ടെ, എന്ത് തന്നെ ആയാലും അതിൽ ആശ്രയിച്ചു കൊണ്ട് മുൻപോട്ട് പോകുന്നവൻ, ഹല്ലേലൂയ സ്തോത്രം, യഹോവയുടെ, ഒന്ന് വായിച്ചേ, ജഡത്തെ തൻ ഭുജമാക്കി, അതായത് തൻ്റെ ബലത്തെ ഭുജമാക്കി, ഹൃദയം കൊണ്ട്, ഹല്ലേലൂയ, ദൈവത്തെ ആരാധിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ശരിയാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വരുന്നു. ശരിയാണ്. പക്ഷേ ഹൃദയം കൊണ്ട് അവൻ ആരാണ്? യഹോവയെ വിട്ടു നിൽക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. കാരണം ഹല്ലേലൂയ സ്തോത്രം, അവൻ്റെ ആശ്രയം മറ്റൊന്നിലാണ്. അവൻ്റെ ആശ്രയം ലോകത്തിലുള്ള പല കാര്യങ്ങളിലാണ് അവൻ ആശ്രയിക്കുന്നത്. യഹോവയിൽ അവൻ ആശ്രയിക്കുന്നില്ല. അവൻ്റെ വാക്കുകളിൽ അവൻ ആശ്രയിക്കുന്നില്ല. ഹല്ലേലൂയ സ്തോത്രം. ഹൃദയം കൊണ്ട്, പുറമേ കാണുമ്പോൾ നമുക്ക് അറിയുവാൻ പറ്റത്തില്ല, ഹൃദയം കൊണ്ട് അവൻ യഹോവയെ വിട്ടകന്നിരിക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെയുള്ളവർക്കൊരു പേര് കൊടുത്തിട്ടുണ്ട്. അവൻ ആരാണ്? ശപിക്കപ്പെട്ടവനെന്ന്. ഒരു വാക്യഭാഗം കൂടെ വായിക്കാം. 146 സങ്കീർത്തനം. 146 സങ്കീർത്തനം 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങൾ പ്രഭുക്കന്മാരെ ആശ്രയിക്കരുത്, സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രൻ. ഹല്ലേലൂയ സ്തോത്രം. വായിച്ചേ. അവൻ്റെ ശ്വാസം പോകുന്നു, അവൻ മണ്ണിലേക്ക് തിരിയുന്നു, നശിക്കുന്നു. യാക്കോവിൻ്റെ ദൈവം സഹായമായി, തൻ്റെ ദൈവമായ യഹോവയിൽ പ്രത്യാശയുള്ളവൻ ഭാഗ്യവാൻ. പ്രത്യാശയുള്ളവൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ ഹല്ലേലൂയ സ്തോത്രം, മനുഷ്യൻ്റെ സഹായം, അവിടെ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, മനുഷ്യൻ്റെ സഹായം വൃത്തമാകുന്നു. മനുഷ്യൻ്റെ സഹായം വൃത്തമാകുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ അതിലേക്ക് വരാം. ഹല്ലേലൂയ സ്തോത്രം. മനുഷ്യൻ, ഹല്ലേലൂയ സ്തോത്രം, എന്തുകൊണ്ടാണ് മനുഷ്യനെ ആശ്രയിക്കരുതെന്ന് പറയുന്നത്? മനുഷ്യൻ ഭയങ്കര മോശമായവൻ എന്നുകൊണ്ടാണോ? അല്ല. ഹല്ലേലൂയ സ്തോത്രം.
ദൈവത്തെ ആശ്രയിച്ച് ഹല്ലേലൂയ ദൈവസന്നിധിയിൽ കടന്നു വന്ന് ദൈവത്തെ ആരാധിച്ചും ദൈവത്തെ ഹല്ലേലൂയ തങ്ങളുടെ ഹല്ലേലൂയ കുറവുകളൊക്കെ ഏറ്റുപറഞ്ഞും ഹല്ലേലൂയ മുൻപോട്ട് ജീവിതം നയിക്കുന്ന മനുഷ്യന്മാരെല്ലാവരും നല്ല മനുഷ്യന്മാരാണ്. ഹല്ലേലൂയ. പക്ഷേ അവൻ്റെ സഹായം വൃദ്ധമായതുകൊണ്ട്, കാരണം അവന് പരിമിതികളുണ്ട്. ഹല്ലേലൂയ. അവന് ലിമിറ്റേഷൻസ് ഉണ്ട് അവന് സഹായിക്കാൻ. ഹല്ലേലൂയ. അവൻ എന്ത് ചെയ്യത്തില്ല? ഹല്ലേലൂയ. സർവശക്തനായ ദൈവത്തെ പോലെ അവൻ സർവശക്തനായ മനുഷ്യനല്ല, അവൻ ഒരു സാധാരണ മനുഷ്യൻ. അവൻ പ്രഭുക്കനായിക്കോട്ടെ, ഈ ലോകത്തിലെ രാജാവായിക്കോട്ടെ. ഈ ലോകത്തിലെ രാജാവ് എന്ന് പറയുമ്പോൾ ഒമാൻ ദേശത്തിലുള്ള രാജാവ് എല്ലാം ഭരണവും ചെയ്യുവാൻ പറ്റത്തില്ല, ഒമാനിലെ ഭരണം മാത്രമേ ചെയ്യുവാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം. അതേപോലെ ഹല്ലേലൂയ സ്തോത്രം ഈ ലോകത്തിലുള്ള മനുഷ്യന്മാർ ഹല്ലേലൂയ അവരുടെ സഹായം വൃദ്ധമാകുന്നു. ഹല്ലേലൂയ സ്തോത്രം, അവരുടെ സഹായം വൃദ്ധമാകുന്നു. ഹല്ലേലൂയ സ്തോത്രം. മറ്റൊരു രാജ്യത്തിലുള്ള ഒരു വ്യക്തി ഹല്ലേലൂയ സ്തോത്രം ഈ രാജാവ് ഹല്ലേലൂയ സ്തോത്രം എന്നെ സഹായിക്കുമെന്ന് ആയിരിക്കുവാൻ കഴിയത്തില്ല. കാരണം എത്ര തന്നെ രാജാവായാലും അവൻ മനുഷ്യനാണ്, അവൻ്റെ സഹായം വൃദ്ധമാകുന്നു. ഹല്ലേലൂയ സ്തോത്രം. സിമ്പിളായിട്ട് ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു കുടുംബം, നമ്മൾ അറിയപ്പെടുന്ന ഹല്ലേലൂയ സ്തോത്രം, നമ്മൾ നന്നായിട്ട് അറിയുന്ന ഹല്ലേലൂയ സ്തോത്രം നല്ല ഒരു ഫാമിലിയിൽ കടഭാരത്താൽ നിറഞ്ഞു നിൽക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം, കടഭാരത്താൽ നിറഞ്ഞു നിൽക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. പക്ഷേ ഹല്ലേലൂയ സ്തോത്രം നമ്മൾ സഹായിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. കാരണം നമ്മൾ ദൈവമക്കളല്ലേ. ഹല്ലേലൂയ സ്തോത്രം. അവരിങ്ങനെ ഹല്ലേലൂയ സ്തോത്രം ഓരോ ദിവസവും ഞെരുങ്ങി അവരുടെ മുമ്പിൽ വന്ന് വാതിലുകൾ കൊട്ടുകയും പല പ്രശ്നങ്ങളും ഓരോ ദിവസവും നടക്കുമ്പോഴും ഹല്ലേലൂയ സ്തോത്രം അതിൻ്റെ നേരെ ഓപ്പോസിറ്റിലിരിക്കുന്ന വീട് അല്ലെങ്കിൽ തൊട്ടടുത്തിരിക്കുന്ന വീടായ നമുക്ക് ഇത് കണ്ടു നിൽക്കുവാൻ സഹിക്കത്തില്ല. ഹല്ലേലൂയ സ്തോത്രം. ചിലപ്പോൾ അവർ കരയുന്നതേക്കാട്ടിലും നമ്മൾ കൂടുതൽ കരഞ്ഞു പോകും. അവർ കരയുന്നതേക്കാട്ടിലും നമ്മൾ കൂടുതൽ കരഞ്ഞു പോകും. അങ്ങനെ നിൽക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം നമ്മൾ അവരെ മൊത്തവും കൊടുത്ത് സഹായിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം നമ്മുടെ ജീവിതം ദൈവം ഹല്ലേലൂയ സ്തോത്രം വേറെ പ്രശ്നങ്ങളൊന്നും കൂടാതെ ഹല്ലേലൂയ സ്തോത്രം ഇങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്നു. ഹല്ലേലൂയ സ്തോത്രം. അവനെ സഹായിക്കാൻ തക്കവണ്ണമുള്ള ധനം നമ്മുടെ അടുത്ത് ഇല്ല. ഹല്ലേലൂയ സ്തോത്രം. അതാണ് പറഞ്ഞത്, മനുഷ്യൻ മോശമായ മനുഷ്യനായതുകൊണ്ട് അവനെ നിങ്ങൾ വിശ്വസിക്കേണ്ട എന്നല്ല. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ പറയുമ്പോൾ നമ്മുടെ തൊട്ടടിക്കുന്ന എല്ലാവരെയും നമ്മൾ പറയും നിന്നിൽ വിശ്വാസമില്ല, നിന്നെ വിശ്വസിക്കുക. അങ്ങനെയൊന്നും അല്ല പറഞ്ഞത്. ഹല്ലേലൂയ സ്തോത്രം. അതിൻ്റെ മനുഷ്യൻ ഹല്ലേലൂയ സ്തോത്രം എൻ്റെ പേര് ഹല്ലേലൂയ സ്തോത്രം. മനുഷ്യൻ ഹല്ലേലൂയ സ്തോത്രം അവന് ഹല്ലേലൂയ സ്തോത്രം സഹായിക്കാൻ പരിമിതികളുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. അവന് ഹല്ലേലൂയ സ്തോത്രം അവൻ മനസ്സിൽ ഓർക്കുന്നതൊക്കെയും സഹായിക്കുവാൻ പറ്റത്തില്ല. പക്ഷേ എൻ്റെ ദൈവം സർവശക്തനാണ്. ഹല്ലേലൂയ സ്തോത്രം. അവൻ മനസ്സുകൊണ്ട് നനയ്ക്കുന്നത് പോലും സകലമും ഉളവാക്കുവാൻ അവന് കഴിയും. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ടാണ് മനുഷ്യയിൽ ആശ്രയിക്കുന്നതേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത് ഹല്ലേലൂയ സ്തോത്രം ഭാഗ്യവാന്മാർ എന്ന് എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ, ഭാഗ്യവാന്മാർ എന്ന് എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം. ഒരു എക്സാമ്പിൾ കൂടെ ഞാൻ പറയാം. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ ഒരു ഹല്ലേലൂയ സ്തോത്രം നന്നായി നമ്മൾ അറിയുന്ന ഹല്ലേലൂയ സ്തോത്രം അല്ലെങ്കിൽ നമ്മൾ പ്രിയപ്പെട്ട ഒരാൾ ഒരു ഹല്ലേലൂയ സ്തോത്രം ഒരു വെള്ളത്തിൽ ഇങ്ങനെ ഒലിച്ചു പോകുന്നത് നമ്മൾ കാണുവാനിടയായിത്തീർന്നു. നമുക്കോ നീച്ചൽ ഹല്ലേലൂയ സ്തോത്രം വെള്ളം തൊടുവാൻ പോലും നമുക്കറിയത്തില്ല. നമ്മൾ എന്ത് ചെയ്യും? ഹല്ലേലൂയ സ്തോത്രം അങ്ങനെ നിസ്സഹായമായിട്ട് അവിടെ നിൽക്കുകയേ ഉള്ളൂ, അലറിക്കരയേ ഉള്ളൂ. എടുത്തു ചാടി അവരെ രക്ഷപ്പെടുത്തുവാൻ നമുക്ക് കഴിയത്തില്ല. ഹല്ലേലൂയ സ്തോത്രം. പക്ഷേ ഏത് സുനാമിയിലും ഹല്ലേലൂയ സ്തോത്രം, തിരമാലകളുടെ നടുവിലും ഹല്ലേലൂയ സ്തോത്രം, രാത്രിയിലെ 4-ാം യാമത്തിൽ ഹല്ലേലൂയ സ്തോത്രം കടലിന്മേൽ നടന്നു വന്ന സർവശക്തനായ ദൈവത്തിന് ഹല്ലേലൂയ സ്തോത്രം ഏതൊരു അവസ്ഥയിൽ മനുഷ്യനായിരുന്നാലും അവനെ വിടുവിക്കുവാൻ കഴിയും. ഹല്ലേലൂയ സ്തോത്രം. അവൻ്റെ ഭുജബലം കൊണ്ട് അവനാൽ കഴിയും. മനുഷ്യന്റെ ഭുജബലം കൊണ്ട് കഴിയത്തില്ല. ദൈവത്തിൻ്റെ ഭുജബലം കൊണ്ട് അത് സകലമും സാധ്യമാകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനുഷ്യരിൽ ആശ്രയിക്കുന്നതേക്കാൾ യഹോവയിൽ ആശ്രയിക്കുക, അവൻ്റെ വാക്കിന് ആശ്രയിക്കുക. ഹല്ലേലൂയ സ്തോത്രം. യോനയോട് വേണമെങ്കിൽ ഇങ്ങനെ പറയാം. ഹല്ലേലൂയ സ്തോത്രം. കൈപ്പണിയാൽ പണിയപ്പെട്ട ഒരു കപ്പൽ നിന്നെ കൈവിടുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം യഹോവയാം ദൈവം കരുതി വെച്ചിരുന്ന മീനിനെ അയക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. യഹോവയാം ദൈവം കരുതി വെച്ചിരുന്ന മീനിനെ അയക്കുന്നു. പത്രോസിനോട് ഇങ്ങനെ പറയാം. ഹല്ലേലൂയ സ്തോത്രം. കൈപ്പണിയാൽ പണിയപ്പെട്ട ഒരു പടക് നിന്നെ കൈവിടിഞ്ഞപ്പോൾ ഹല്ലേലൂയ സ്തോത്രം കർത്താവിൻ്റെ ഭുജബലം നിന്നെ താങ്ങി പിടിച്ചു ഉയർത്തി. ഹല്ലേലൂയ സ്തോത്രം. അതേപോലെ ഇന്നും വിടുവിക്കുവാൻ ശക്തനായ ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ഇന്നും ഹല്ലേലൂയ സ്തോത്രം നമ്മെ വിടുവിപ്പാൻ ശക്തനായ ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ സ്തോത്രം. ട്രസ്റ്റ് ഹിസ് വേർഡ്, ട്രസ്റ്റ് ഇൻ ഹിം. നമുക്കൊരു വേദഭാഗം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 46 മുതൽ 53 വരെയുള്ള വാക്യങ്ങൾ. യോഹന്നാന്റെ സുവിശേഷം
മതി. ഹല്ലേലൂയ, സ്തോത്രം. യേശു പറഞ്ഞ വാക്ക് അനുസരിച്ച് വിശ്വസിച്ച്, യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ച് ആ മനുഷ്യൻ പോയി. ഹല്ലേലൂയ, സ്തോത്രം. യേശു പിന്നെയും വെള്ളത്തിനെ വീഞ്ഞാക്കിയ ഗലീലയിലെ കാനാവിൽ വന്നു. ഹല്ലേലൂയ, സ്തോത്രം. യേശു ആദ്യത്തെ അത്ഭുതം എന്താണ്? കാനയിലെ കല്യാണ വീട്ടിൽ, ഹല്ലേലൂയ, സ്തോത്രം, വെള്ളത്തിനെ വീഞ്ഞാക്കിയ അത്ഭുതമാണ്. പിന്നെയും പല ശുശ്രൂഷകൾ ചെയ്തെടുത്തിട്ട് വീണ്ടും ഗലീലയ ദേശത്ത് കടന്നു വരുന്നു. ആ കാനാവിലെ വരുമ്പോൾ ഈ രാജഭൃത്യൻ, ഹല്ലേലൂയ, സ്തോത്രം, അറിഞ്ഞു യേശു കർത്താവ് ആ പട്ടണത്തിലേക്ക് കടന്നു വന്നു എന്ന് അറിഞ്ഞു. തൻ്റെ മകൻ, ഹല്ലേലൂയ, സ്തോത്രം, മരണാവസ്ഥയിലായിരിക്കുന്നത് കൊണ്ട് ഈ രാജഭൃത്യൻ യേശുവിൻ്റെ അടുത്ത് കടന്നു വന്ന് എൻ്റെ മകനെ രക്ഷിക്കണമേ എന്ന് അപേക്ഷിക്കുന്നത് അവിടെ നമുക്ക് കാണുവാൻ കഴിയും. യേശു പറഞ്ഞു, നീ പോയിക്കൊള്ളുക, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു. യേശു പറഞ്ഞു, നീ പോയിക്കൊള്ളുക, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. 50-ാം വാക്യത്തിൽ യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ച് ആ മനുഷ്യൻ പോയി. அந்த மனுஷன் യേശു சொன்ன വാർത്തയെ നമ്പി പോനാൻ. ആ മനുഷ്യൻ യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ചു പോയി. ഹല്ലേലൂയ, സ്തോത്രം. He believed the word that Jesus spoken. He believed the word Jesus spoken. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. അവൻ കടന്നു പോകുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അവൻ കടന്നു പോകുന്നു. ഹല്ലേലൂയ, സ്തോത്രം. പോകുന്ന പകുതുവള്ളി എന്ന് ഞാൻ പറയാം. പോകുന്ന വഴിയിൽ, ഹല്ലേലൂയ, സ്തോത്രം, ഈ രാജഭൃത്യൻ്റെ ദാസന്മാർ കടന്നു വരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. കടന്നു വന്നു ഒരു വാക്ക് പറഞ്ഞു. എന്താണ്? നിങ്ങളുടെ മകൻ ജീവിച്ചിരിക്കുന്നു. യേശു പറഞ്ഞ വാക്ക് എന്താണ്? നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു. വേണമെങ്കിൽ ആ ദാസന്മാർക്ക് പറയാം, അവൻ സൗഖ്യമായി. ഹല്ലേലൂയ, സ്തോത്രം. അവൻ എഴുന്നേച്ചിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അവനിപ്പോൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അവൻ്റെ അവസ്ഥയിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടെന്നൊക്കെ പറയാമായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. പറയാമായിരുന്നല്ലേ? എന്തുകൊണ്ടാണ്, ഹല്ലേലൂയ, സ്തോത്രം, എന്തുകൊണ്ടാണ് സെയിം വാക്ക് തന്നെ അവിടെ പറയുവാനിടയായിത്തീർന്നത്? എങ്ങനെ അറിഞ്ഞു ഈ വാക്ക്? യേശു പറഞ്ഞ വാക്ക് എങ്ങനെ ഈ ദാസന്മാർ അറിഞ്ഞു? ഹല്ലേലൂയ, സ്തോത്രം. യേശുവിൻ്റെ വാക്കിന് അത്രയും ശക്തിയുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. യേശുവിൻ്റെ വാക്കിന് അത്രയും ശക്തിയുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ലൈറ്റ്, ഹല്ലേലൂയ, സ്തോത്രം, പ്രകാശം. ഹല്ലേലൂയ, സ്തോത്രം. ഓപ്പൺ സ്പേസിൽ അത് കടന്നു ചെല്ലുന്നത് 1,86,000 മൈൽസ് പെർ സെക്കൻഡ്. 1,86,000 മൈൽസ് പെർ സെക്കൻഡ്, ഏകദേശം 30 ലക്ഷം കിലോമീറ്റർ പെർ സെക്കൻഡിൽ ഓപ്പൺ സ്പേസിൽ വെളിച്ചം കടന്നു ചെല്ലുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, അതുപോലും യേശുവിൻ്റെ വാക്കിന് വേണ്ട. ഹല്ലേലൂയ, സ്തോത്രം. അതുപോലും യേശുവിൻ്റെ വാക്കിന് വേണ്ട. അവൻ അന്വേഷിക്കുന്നു ഏത് സമയത്താണ് ഇത് സംഭവിച്ചത് എന്ന്. ഹല്ലേലൂയ, സ്തോത്രം. ഇന്നലെ 7 മണി എന്ന് പറയുന്നത് അവിടെ കാണുവാൻ കഴിയും. അവൻ അന്വേഷിച്ചു ഏത് സമയത്ത്. അപ്പോൾ അവൻ ഗ്രഹിച്ചു യേശു പറഞ്ഞ അതേ സമയത്ത്. യേശു പറഞ്ഞ അതേ സമയത്ത്. അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക, യേശു പറഞ്ഞ വാക്ക് അപ്പൻ കേട്ടു, വിശ്വസിച്ചു പോയി. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൻ കേട്ടു, വിശ്വസിച്ചു പോയി. അറ്റ് ദ സെയിം ടൈം മകൻ കേട്ടു സൗഖ്യമായി. ഹല്ലേലൂയ, സ്തോത്രം. അറ്റ് ദ സെയിം ടൈം മകൻ കേട്ട് സൗഖ്യമായി. അടുത്തത് അറ്റ് ദ സെയിം ടൈം, ഹല്ലേലൂയ, സ്തോത്രം, ദാസന്മാരുടെ ഉള്ളിൽ ഈ വാക്ക് ഗ്രഹിക്കുവാൻ തുടങ്ങി. ഈ പ്രവൃത്തി വെളിപ്പെട്ടത് അവർ കാണുവാൻ തുടങ്ങി. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ അവിടെ നിന്ന് അവരും കടന്നു വന്നു. അതാണ് ഹല്ലേലൂയ, സ്തോത്രം. ഇവർ രണ്ടുപേരും, ഹല്ലേലൂയ, സ്തോത്രം, ഒരേ സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇവൻ യേശുവിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി, ദാസന്മാർ അവൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങി വന്നു. ഹല്ലേലൂയ, സ്തോത്രം. മധ്യസ്ഥയിൽ വച്ച് അവർ, ഹല്ലേലൂയ, സ്തോത്രം, കാണുന്നു നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്നറിയുവാനിടയായിത്തീർന്നത്. യേശുവിൻ്റെ വാക്കിന് അത്രയും ശക്തിയുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. യേശുവിൻ്റെ വചനത്തിന് അത്രയും ശക്തിയുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ധ്യാനിച്ചു എന്ന് തോന്നുന്നു. ഹല്ലേലൂയ, സ്തോത്രം. യെശയ്യാവ് 55-ന്റെ 10-11 ഒന്ന് വായിക്കുക. വിതപ്പാൻ വിത്തും, ഹല്ലേലൂയ, സ്തോത്രം, ഫ്യൂച്ചർ ബ്ലെസ്സിംഗ്, ഹല്ലേലൂയ, സ്തോത്രം, തിൻപാൻ ആഹാരവും, പ്രസന്റ് ബ്ലെസ്സിംഗ് തരാതെ ഭൂമിയെ നനച്ച് ബലവത്താക്കി വിളയിക്കുന്നത് പോലെ, ഹല്ലേലൂയ, ദൈവത്തിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന, വായിൽ നിന്ന് പുറപ്പെടുന്ന വചനങ്ങളും അത് വെറുതെ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരുന്നില്ല, എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിച്ചു വരും. ഹല്ലേലൂയ, സ്തോത്രം. ഈ ഞാൻ അയച്ച കാര്യം സാധിക്കും. ഞാൻ അയച്ച കാര്യം എന്താണ്? കർത്താവ് അയച്ച കാര്യം, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു. ജസ്റ്റ് എ വേർഡ്. ഹല്ലേലൂയ, സ്തോത്രം. നിന്റെ മകൻ
ജീവിച്ചിരിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. സെയിം ടൈം അപ്പൻ കേട്ട് വിശ്വസിച്ചു, ഹല്ലേലൂയ സ്തോത്രം, കടന്നുപോയി. മകൻ കേട്ട് സൗഖ്യമായി, ഹല്ലേലൂയ സ്തോത്രം. അറ്റ് ദ സെയിം ടൈം ദാസന്മാരിലെ കൂടെയും അത് വ്യാപരിക്കുവാൻ തുടങ്ങി. അതേ വാക്ക് അവിടെ ഉപയോഗിക്കുന്നത് നമുക്ക് അവിടെ കാണുവാൻ കഴിയും. കർത്താവ് നമ്മളോട് ഇടപെടുന്ന ഒരു ശബ്ദം, ഇറ്റ്സ് എ റേമ. ആ വാക്ക് നിങ്ങൾ മുറുകെ പിടിക്കണം. ഹല്ലേലൂയ സ്തോത്രം. ആ വാക്ക് നിങ്ങൾ മുറുകെ പിടിക്കണം. അത് വളരുവാൻ തുടങ്ങും. ഹല്ലേലൂയ സ്തോത്രം. അത് വളരുന്നതാണ്, പ്രോഗ്രസീവ് ആണ്, വളരുവാൻ തുടങ്ങും. കർത്താവ് നിങ്ങളോട് ഹല്ലേലൂയ സ്തോത്രം കേൾപ്പിച്ച വചനങ്ങൾ, ഹല്ലേലൂയ സ്തോത്രം, കേൾപ്പിച്ച വചനങ്ങൾ, ഹല്ലേലൂയ സ്തോത്രം, നമ്മൾ ഒരിക്കലും മറക്കരുത്. അത് പാറയിൽ കൊത്തിയ ഉളിയിനെ പോലെ നമ്മുടെ മനസ്സിൽ എന്ത് ചെയ്യണം? പതിഞ്ഞിരിക്കണം. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം. പാറയിൽ, ഹല്ലേലൂയ സ്തോത്രം, എങ്ങനെ ഉള്ളി കൊണ്ട് കൊത്തിയിരിക്കുന്നു അതുപോലെ പതിഞ്ഞിരിക്കണം. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ ഓരോ പ്രാവശ്യവും എടുത്തത് ഉപയോഗിക്കണം. ഹല്ലേലൂയ സ്തോത്രം. എടുത്തത് ആ വാഗ്ദത്ത വചനങ്ങൾ, ഹല്ലേലൂയ സ്തോത്രം, നമ്മളോട് ദൈവം ഇടപെട്ട ആ വചനം, ഹല്ലേലൂയ സ്തോത്രം, ആവർത്തിച്ച് പറയണം. ഹല്ലേലൂയ സ്തോത്രം. പ്രതിസന്ധികളുടെ മുൻപിൽ, ഹല്ലേലൂയ സ്തോത്രം, രോഗത്തിന്റെ മുൻപിൽ, നമ്മുടെ അവസ്ഥയുടെ മുൻപിൽ ആ വചനം എടുത്ത് വീണ്ടും നമ്മൾ ആവർത്തിച്ച് പറയുമ്പോൾ ദൈവം വലിയവ ചെയ്യുവാൻ ഇടയായിത്തീരും. കാരണം ആ വാക്കിന് തന്നെ വലിയ പവറുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ആ വാക്കിന് തന്നെ വലിയ പവറുണ്ട്. ദൈവത്തിന്റെ വചനം ആയതുകൊണ്ട്, ദൈവത്തിന്റെ വചനം ആയതുകൊണ്ട്, ഹല്ലേലൂയ സ്തോത്രം, ദൈവത്തിന്റെ വചനം ആയതുകൊണ്ട്, ഹല്ലേലൂയ സ്തോത്രം. ഇനി ഹല്ലേലൂയ സ്തോത്രം, നമ്മൾ ഫ്രൈഡേ ചർച്ചിൽ വരുന്നു, ഹല്ലേലൂയ സ്തോത്രം, സാറ്റർഡേ കൂട്ടായ്മയിലേക്ക് വരുന്നു, ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ വരുമ്പോൾ ഒരുപക്ഷെ നമ്മൾ വിവിധ സാഹചര്യത്തിൽ നിന്നും വിവിധ ആവശ്യങ്ങളുമായി വിവിധ പ്രാർത്ഥന വിഷയങ്ങളുമായി വരുന്നവരാണ്. ഹല്ലേലൂയ സ്തോത്രം. ഒരുപക്ഷെ ദൈവം നിങ്ങളോട് സംസാരിച്ചില്ലെന്ന് വെച്ചോ, ഹല്ലേലൂയ സ്തോത്രം. എല്ലാവരോടും സംസാരിക്കണമെന്നില്ലല്ലോ, ഹല്ലേലൂയ സ്തോത്രം, എല്ലാവരോടും സംസാരിക്കണമെന്നില്ല. ചില വാക്കുകൾ, ചില ഹല്ലേലൂയ സ്തോത്രം, എന്ത് പറയാനാ, പഠിപ്പിക്കൽ അല്ലെങ്കിൽ ചില റെവലേഷൻസ് എല്ലാവർക്കും ഹല്ലേലൂയ സ്തോത്രം സംസാരിക്കും. ചിലർക്ക് മാത്രമേ സംസാരിക്കത്തുള്ളൂ. എല്ലാവർക്കും സംസാരിക്കാൻ അത് ഇടപെടത്തില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുത്? വിഷമിച്ച് പോകരുത്. ഹല്ലേലൂയ സ്തോത്രം. വിഷമിച്ച് പോകരുത്. ഹല്ലേലൂയ സ്തോത്രം. ഈ മനുഷ്യനോട് യേശു കർത്താവ് ആദ്യം പറഞ്ഞത് എന്താണ്? 49 വാക്യം വായിച്ച്. സോറി, 48. ഒരു മിനിറ്റ്. യോഹന്നാൻ 4:48. യേശു അവനോട്, നിങ്ങൾ ഇതിനും ഈ മനുഷ്യനും എന്തെങ്കിലും ബന്ധമുണ്ടോ? ഹല്ലേലൂയ സ്തോത്രം. ഈ മനുഷ്യൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന വിഷയം അല്ലെങ്കിൽ യേശുവോട് അറിയിച്ച ആ വാക്കിന്, ആ ഒരു വിഷയത്തിനും യേശു പറഞ്ഞ ഇതിനും എന്തെങ്കിലും ബന്ധമുണ്ടോ? യേശു അവിടെ ഒരു സങ്കടം പറയുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. ആ കാനയിൽ ആദ്യമായിട്ട് അത്ഭുതം ചെയ്ത്, ഹല്ലേലൂയ സ്തോത്രം, പക്ഷേ അവരാരും എന്തെങ്കിലും അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടാൽ മാത്രമേ അവർ വിശ്വസിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ആ പട്ടണത്തിലുള്ളവർ, ആ ദേശത്തിലുള്ളവർ യേശുവിനെ വിശ്വസിക്കുന്നില്ല. ആ സങ്കടം ഈ മനുഷ്യൻ്റെ അടുത്ത് പുറപ്പെട്ടു വന്നു. ഹല്ലേലൂയ സ്തോത്രം. ഈ മനുഷ്യൻ്റെ അടുത്ത് ഹല്ലേലൂയ സ്തോത്രം പറയുവാനിടയായിത്തീർന്നു. ഉടനെ ഈ മനുഷ്യൻ, രാജഭൃത്യൻ്റെ മുഖം കോണി മാറി വിഷമിച്ച്, ഹല്ലേലൂയ സ്തോത്രം, മടങ്ങിപ്പോയെന്നാണോ എഴുതിയിരിക്കുന്നത്? ഇല്ല. അടുത്ത വാക്യം ഒന്ന് വായിച്ചേ. ഹല്ലേലൂയ സ്തോത്രം. കർത്താവേ, അങ്ങേ ഞാൻ വിശ്വസിക്കുന്നു. ആ വിശ്വാസത്തിൻ്റെ വാക്ക് ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്നു. എങ്ങനെയാണ്? ഹല്ലേലൂയ സ്തോത്രം. കാനയിലെ കല്യാണ വീട്ടിൽ വീഞ്ഞ് തീരുന്നതിന് മുമ്പ് നീ അത്ഭുതം പ്രവർത്തിച്ചു. ഹല്ലേലൂയ സ്തോത്രം. കാനയിലെ കല്യാണ വീട്ടിൽ വീഞ്ഞ് തീരുന്നതിന് മുമ്പ് നീ അത്ഭുതം പ്രവർത്തിച്ചു. എൻ്റെ മകൻ മരിക്കുന്നതിന് മുമ്പ്, എൻ്റെ മകൻ മരിക്കുന്നതിന് മുമ്പ്. അപ്പം നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കാം, ഇന്ന് ഞാനൊന്നും കേട്ടില്ല എന്ന് നിങ്ങൾ ചിന്തിച്ചാലും, കർത്താവേ, ഹല്ലേലൂയ സ്തോത്രം, എൻ്റെ വിഷയം, ഹല്ലേലൂയ സ്തോത്രം, ഞാൻ നിന്നയായി തീരുന്നതിന് മുമ്പ് ഒന്ന് പരിഹരിക്കണേ. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ നിന്നയായി തീരുന്നതിന് മുമ്പ് ഒന്ന് പരിഹരിക്കണേ. ഹല്ലേലൂയ സ്തോത്രം. എൻ്റെ വിഷയം, ഹല്ലേലൂയ സ്തോത്രം, എൻ്റെ ജോലി, ഹല്ലേലൂയ, നഷ്ടപ്പെടുന്നതിന് മുമ്പ് എൻ്റെ കർത്താവ് മറ്റൊരു ജോലി നൽകണേ. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ ഇവിടെ വിസിറ്റ് വിസയിലാണ് നിൽക്കുന്നത്. എൻ്റെ കർത്താവേ, ഇന്ന് എന്നോടൊന്നും സംസാരിച്ചില്ല, പക്ഷേ എൻ്റെ വിസിറ്റ് വിസ തീരുന്നതിന് മുമ്പ് എൻ്റെ കർത്താവ് എനിക്കൊരു ജോലി നൽകി തരണേ എന്ന് നമുക്ക് ചോദിക്കാമല്ലോ. ഹല്ലേലൂയ സ്തോത്രം. എന്ന് നമുക്ക് ചോദിക്കാമല്ലോ. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. എൻ്റെ സാക്ഷ്യം നഷ്ടപ്പെടുന്നതിന് മുമ്പ്, ഹല്ലേലൂയ സ്തോത്രം, കർത്താവേ എന്നോട് ഇടപെടണേ. ഹല്ലേലൂയ സ്തോത്രം. എനിക്ക്, ഹല്ലേലൂയ സ്തോത്രം, ഞാൻ ആഗ്രഹിച്ച നിലവാരത്തിൽ എനിക്കൊരു വാക്കിന്ന് കിട്ടിയില്ല. ഹല്ലേലൂയ സ്തോത്രം. എന്നോട് സംസാരിച്ചില്ല,
കുഴപ്പമില്ല, ഹല്ലേലൂയ സ്തോത്രം. എൻ്റെ വിഷയത്തിന് ഹല്ലേലൂയ സ്തോത്രം ഒരു അവസാനം വരുന്നതിന് മുമ്പ് എൻ്റെ കർത്താവ് വിടുതൽ നൽകണമേ എന്ന് കർത്താവിൻ്റെ അടുത്ത് നമുക്ക് ചോദിക്കാം. ഹല്ലേലൂയ. ഇനി അങ്ങനെ ദൈവത്തിൻ്റെ വാക്കിലും ദൈവത്തിലും വിശ്വസിച്ച് മുൻപോട്ട് ചെല്ലുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, നമ്മുടെ വിഷയം നമുക്ക് ചിലപ്പോൾ മരിച്ചു അടക്കപ്പെട്ട് എന്ന് തോന്നിയാലും ഹല്ലേലൂയ സ്തോത്രം, മരിച്ച് 4 ദിവസമായി കഴിഞ്ഞാലും ഹല്ലേലൂയ സ്തോത്രം, കല്ലറയുടെ ഉള്ളിൽ നിന്ന് നാറ്റമെന്ന് തോന്നിയാലും പുറത്തു വരുന്നത് നാറ്റമല്ല, എൻ്റെ കർത്താവ് ഹല്ലേലൂയ സ്തോത്രം ജീവനുള്ളവനായി പുറത്തു കൊണ്ടുവരുന്ന ദൈവമാണ്. നമ്മുടെ വിഷയങ്ങൾ ഹല്ലേലൂയ സ്തോത്രം മരിച്ചു അടക്കപ്പെട്ട് ഉള്ളിൽ കുളിച്ചിട്ടു ഹല്ലേലൂയ സ്തോത്രം നമ്മൾ പോലും നമ്മുടെ പ്രാർത്ഥന വിഷയം മറന്നാലും എൻ്റെ കർത്താവിനെ ആശ്രയിച്ച് മുൻപോട്ട് ചെല്ലുമ്പോൾ എത്ര കുളിയിൽ ഹല്ലേലൂയ സ്തോത്രം താഴ്ത്തിയിട്ടാലും എത്ര നാറ്റമെടുത്താലും എൻ്റെ കർത്താവ് പുറത്ത് കണ്ടുവരുമ്പോൾ അതിൻ്റെ നാറ്റത്തിൻ്റെ ഒരു അംശം പോലും ഇല്ലാതെ എൻ്റെ കർത്താവ് ഹല്ലേലൂയ സ്തോത്രം അതിനെ ഹല്ലേലൂയ വിസ്മയമാക്കി, അതിനെ ഒരു ആശ്ചര്യമാക്കി മറ്റുള്ളവരുടെ മുൻപിൽ നിർത്തുവാൻ തക്കവണ്ണം എൻ്റെ കർത്താവ് ശക്തനാണ്. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ആശ്രയം, നമ്മുടെ വിശ്വാസം ഏതിലായിരിക്കണം? ദൈവത്തിൻ്റെ വചനത്തിലായിരിക്കണം. ദൈവത്തിൻ്റെ വചനത്തിലായിരിക്കണം. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം. ഞാൻ പറഞ്ഞു, അറ്റ് ദ സെയിം ടൈം ദൈവത്തിൻ്റെ ഒരു ഗുണവിശേഷങ്ങളിൽ ആട്രിബ്യൂട്ട്സിൽ ഒന്നാണ് ഓംനി പ്രസന്റ് എന്ന് പറയുന്നത്. ഓംനി പ്രസന്റ്, പ്രസന്റ് എവറിവെയർ. ദൈവം എപ്പോഴും എവിടെയും എപ്പോഴും കാണപ്പെടുന്നവന്, പ്രസന്റ് എവറിവെയർ. ജെറമ്യ 23:21-23 വായിച്ചേ. ജെറമ്യാവ് 23:23. ഞാൻ സമീപസ്ഥനായ ദൈവം, ദൂരസ്ഥനായ ദൈവം. ഞാൻ ദൂരത്തിനും സമീപത്തിനും ദൈവമാകുന്നു. ഞാൻ ദൂരത്തിനും സമീപത്തിനും ദൈവമാകുന്നു. നമ്മുടെ പ്രാർത്ഥനയുടെ ബലം എന്താണ്? ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ പ്രാർത്ഥനയുടെ ബലം എന്താണ്? നാം ഇപ്പോൾ ഇവിടെ ആയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ ഇന്ത്യയിൽ ഏത് മൂലയിലായിരുന്നാലും ഹല്ലേലൂയ സ്തോത്രം, നമ്മൾ കണ്ണീരോടുകൂടെ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കണ്ണീരൊപ്പുവാൻ തൊട്ടടുത്ത് നമ്മുടെ ദൈവമുണ്ട്. അതേ സമയത്ത് അറ്റ് ദ സെയിം ടൈം ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൽ നമ്മുടെ പ്രിയപ്പെട്ടവരായിരിക്കുമ്പോൾ അവരുടെ ഹല്ലേലൂയ സ്തോത്രം ആ തലഭാഗത്തിരുന്ന് അവരെ താലോലിച്ച് സൗഖ്യമാക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ സ്തോത്രം. ദൈവം പ്രസന്റ് എവർ. ഞാൻ സമീപത്തിനും ദൂരത്തിനും ദൈവമാണ്. സമീപത്തിന് മാത്രമല്ല ഹല്ലേലൂയ സ്തോത്രം, അതാണ് നമ്മൾ പറയുന്നത് ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ ഹല്ലേലൂയ സ്തോത്രം വിശേഷിച്ച ഒരു സ്ഥലത്തിന്, വിശേഷിച്ച ഒരു കൺവെൻഷന് നാടിപ്പോകേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ സ്തോത്രം. അത് ജാതികളായ മനുഷ്യർ പോകുന്നതാണ്. ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ പോയാൽ അത്ഭുതം. ഹല്ലേലൂയ സ്തോത്രം. ഇത്രയും കിലോമീറ്റർ കടന്ന് പോയി അവിടെ ദർശിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഹല്ലേലൂയ സ്തോത്രം. നമുക്ക് ബലം കിട്ടുമെന്ന്. നമ്മൾ അങ്ങനെ പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ ദൈവം ഹല്ലേലൂയ സ്തോത്രം ഉരുകി, മനസ്സുരുകി ഒന്ന് വിളിച്ചാൽ കാരാഗ്രഹത്തിലും ഇറങ്ങിച്ചെല്ലുന്ന ദൈവം, സിംഹത്തിന്റെ കുളിയിലും ഇറങ്ങിച്ചെല്ലുന്ന ദൈവം, നാം ആയിരിക്കുന്നതായ ഏത് ചുറ്റുപാടിലും ഏതവസ്ഥയിലും ഹല്ലേലൂയ സ്തോത്രം നമ്മെ കാണുന്ന, നമ്മളോട് സംസാരിക്കുന്ന, നമ്മെ വിടുതലാക്കുന്ന ദൈവം നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വാക്ക് വിശ്വസിക്കുക. ദൈവത്തിന്റെ വാക്ക് വിശ്വസിക്കുക. എത്ര ദൂരം വിശ്വസിക്കണം എന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം 119-ാം സങ്കീർത്തനം അതിൻ്റെ 49-ാം വാക്യം ഒന്ന് വായിച്ചേ. 110. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ ഒന്നുകൂടെ അത് ഇങ്ങനെ വേറൊരു രീതിയിൽ വായിക്കാം. എന്നെ വിശ്വസിപ്പിച്ച അങ്ങയുടെ വാക്യം അടിയോനുള്ള ബന്ധത്തിൽ ഒന്നുകൂടെ ഒന്ന് ഓർത്തുകൊള്ളണേ. ഹല്ലേലൂയ സ്തോത്രം. എന്നെ വിശ്വസിപ്പിച്ചു. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ ഹല്ലേലൂയ സ്തോത്രം ഈ വാക്ക് ഏറ്റെടുത്തിരിക്കുന്നു. എന്നെ വിശ്വസിപ്പിച്ചു. ഹല്ലേലൂയ സ്തോത്രം. കർത്താവേ, ഏറെക്കാലമായി ഞാൻ വിശ്വസിച്ച് അത് പിടിച്ചുകൊണ്ട് നടക്കുന്നു. അടിയനുള്ള ബന്ധത്തിൽ എന്നോട് അന്ന് സംസാരിച്ച ആ വാക്കിനെ ഒന്നുകൂടെ ഒന്ന് ഓർക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ സ്തോത്രം. ഒന്നുകൂടെ ഒന്ന് ഹല്ലേലൂയ സ്തോത്രം. ഒന്നുകൂടെ ഒന്ന് ഹല്ലേലൂയ സ്തോത്രം. കർത്താവ് മറന്നിട്ടില്ല, പക്ഷേ ഹല്ലേലൂയ സ്തോത്രം നാം മറക്കരുത്. ഹല്ലേലൂയ സ്തോത്രം. നമ്മളോട് സംസാരിച്ച വാക്ക് നിവർത്തിക്കുവാൻ ശക്തനാണ്. യെശയ്യാവ് ഹല്ലേലൂയ സ്തോത്രം നമ്മൾ വായിച്ചല്ലോ. യെശയ്യാവ് ഹല്ലേലൂയ സ്തോത്രം 55:10-11 നമ്മൾ വായിച്ചല്ലോ. ഹല്ലേലൂയ സ്തോത്രം. അത് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം ഒരു മഴയിനെ പോലെ ഹല്ലേലൂയ സ്തോത്രം അത് ഹല്ലേലൂയ സ്തോത്രം ബലം പുറപ്പെടുവിക്കാതെ മടങ്ങി ചൊല്ലത്തില്ല എന്ന് വായിച്ചല്ലേ. അതുകൊണ്ട് കർത്താവ് ഒരു വചനം നിങ്ങൾക്ക് നൽകി തന്നിട്ടുണ്ടെങ്കിൽ, കർത്താവ് നിങ്ങൾക്ക് ഒരു ഹല്ലേലൂയ സ്തോത്രം വാക്ക് അരുളി ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കർത്താവ് അത് നിവർത്തിക്കുക തന്നെ ചെയ്യും. ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. ഹല്ലേലൂയ സ്തോത്രം. താമസമാകുന്നുണ്ടെങ്കിൽ കർത്താവിനോട് ഒന്ന് പറ. ഹല്ലേലൂയ സ്തോത്രം. കർത്താവേ,
അങ്ങ് ഹല്ലേലൂയ അരുളി ചെയ്ത ഒരു വാക്ക് ഞാൻ വിശ്വസിച്ചു. അടിയോനോടുള്ള ബന്ധത്തിൽ അന്ന് എന്നോട് സംസാരിച്ചിരുന്നു. ആ വാക്ക് ഒന്നുകൂടെ ഒന്ന് ഓർക്കണമേ എന്ന് ദാവീദ് ഹല്ലേലൂയ ദൈവത്തോട് അപേക്ഷിച്ചതുപോലെ നമുക്കും അപേക്ഷിക്കാം. ഹല്ലേലൂയ സ്തോത്രം. കർത്താവിൻ്റെ വാക്കിൽ നമുക്ക് വിശ്വസിക്കാം. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. കടുക് മണിയളവ് വിശ്വാസം നമുക്കുണ്ടെങ്കിൽ, ഹല്ലേലൂയ, കടുക് മണിയളവ് വിശ്വാസം നമുക്കുണ്ടെങ്കിൽ ഈ മലയെ നോക്കി പ്രവചിച്ചാൽ എന്ത് ചെയ്യും? ഹല്ലേലൂയ സ്തോത്രം. ആ മല പോലത്തെ തടസ്സം നമ്മെ വിട്ട് മാറിപ്പോകുവാനിടയായി തീരും. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. അവൻ്റെ അടിപ്പിണരുകൊണ്ട് നമ്മെ സൗഖ്യമാക്കുന്ന ദൈവം, ഹല്ലേലൂയ സ്തോത്രം, അങ്ങ് ഇന്ന് ഒരിക്കൽ കൂടി നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കുക. അങ്ങ് എന്നോട് അരുളി ചെയ്ത് ആ വാക്യം ഒന്നുകൂടെ ഒന്ന് ഓർക്കണേ എൻ്റെ കർത്താവേ, ഒന്നുകൂടെ ഒന്ന് ഓർക്കണേ. എൻ്റെ കർത്താവിൻ്റെ വാക്കിൻ്റെ മേൽ ഞാൻ വിശ്വസിക്കുന്നു. അങ്ങേ ഞാൻ വിശ്വസിക്കുന്നു. സർവശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ സ്തോത്രം. എല്ലാ ശക്തിക്കും മേലായ ശക്തിയുള്ളവനാണ്. അവനിൽ അസാധ്യമായതൊന്നുമില്ല. I believe in Jesus almighty name. I believe Jesus almighty name. ഒന്ന് ഓർക്കണേ, എൻ്റെ കർത്താവ് എന്നോട് അരുളി ചെയ്ത ആ വാക്ക് ഒന്ന് ഓർക്കണേ. ഞാൻ നിന്നെ നിന്ദിതനായി വിടത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ നിന്നെ കൈവിടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അവസാനത്തോളം ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. എൻ്റെ കാര്യങ്ങൾ അങ്ങനെയല്ല നീങ്ങിപ്പോകുന്നത്. ഹല്ലേലൂയ. ഞാൻ അധികം വിഷമിച്ചു പോകുന്നു. കർത്താവേ, അന്ന് എന്നോട് അരുളി ചെയ്ത വാക്ക്, അന്ന് എന്നെ കാത്തിരിക്കുവാൻ പറഞ്ഞ വാക്ക്, ഞാൻ കാത്തിരിക്കുന്നു. അങ്ങയുടെ വാക്കിനെ പോലെ, അങ്ങ് പറഞ്ഞതുപോലെ, അങ്ങ് എന്നോട് സംസാരിച്ചതുപോലെ ഞാനിതാ കാത്തിരിക്കുന്നു. എന്നോടുള്ള ബന്ധത്തിൽ ഒന്ന് ഓർക്കണേ. എൻ്റെ വിഷയത്തിന് ഹല്ലേലൂയ സ്തോത്രം. ഞാൻ ഗ്രഹിക്കുന്നു എൻ്റെ വിഷയത്തിന് അവസാനമായിരിക്കുന്നു എന്ന്. പക്ഷേ കർത്താവിൻ്റെ ഹിതം എനിക്കറിയത്തില്ല. എൻ്റെ കർത്താവേ, ഈ വിഷയത്തിൽ ഞാൻ ഹല്ലേലൂയ സ്തോത്രം, ഞാൻ വീണു പോകാതിരിക്കുവാൻ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ഒന്ന് പ്രവർത്തിക്കണേ. കർത്താവിൻ്റെ കരത്തിൽ നമുക്ക് താഴ്ത്തിയേൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. നീ നമ്പ പണ്ണിന ഉന്തൻ വാക്കുകള് നിനൈത്ത് நிறைவேற்றுவீர். நீ நம்ப பண்ணின உந்தன் வாக்குகளை நினைத்து நிறைவேற்றுவீர்.